ഇപ്പം നല്ല സമ്മറാണ്, പുറത്ത് നല്ല കത്തുന്ന ചൂടാണ്. സൺസ്ക്രീനൊക്കെ ഇട്ടായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ ഒരു 4 hours വരെയൊക്കെ അതിൻ്റെ ഒരു എഫക്റ്റ് നിലനിൽക്കുകയുള്ളൂ. അത് കഴിയുമ്പോഴത്തേനും റീഅപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്നൊന്നുമില്ല. ഡയറക്റ്റ് നല്ല ചൂടിലേക്ക്, വെയിലിലേക്ക് നമ്മൾ ഇറങ്ങാൻ സാധ്യതകളുണ്ട്. എപ്പോഴും കയ്യിലൊരു കുട ഉണ്ടാവണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു കാലാവസ്ഥ, ഈ ഒരു സമയത്ത്, ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് സൺ ടാൻ ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തി കണ്ണാടിയിലൊന്ന് നോക്കുമ്പോഴായിരിക്കും ആകെ സൺ ടാൻ അടിച്ചല്ലോ എന്നോർത്ത് വിഷമിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമ്മുടെ സൺ ടാന് പൂർണ്ണമായി മാറ്റാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. ഐ എം കുക്കു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സൂര്യരശ്മികളിൽ നിന്ന് ഏൽക്കുന്ന സൺ ടാൻ നമ്മുടെ സ്കിന്നിനെ നല്ലതുപോലെ ബാധിക്കാറുണ്ട്. ഇത് പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കുവാനും ഡാർക്ക് സ്പോട്ട് ഉണ്ടാക്കുവാനും ഡിസ്കളറേഷൻ ഉണ്ടാക്കുവാനും ഒക്കെ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ചില ആളുകളുടെ സ്കിന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ, മുഖത്ത് പല ഭാഗത്ത് പല കളറുകളായിരിക്കും. ഒരു പാച്ച് പോലെ അവിടെയും ഇവിടെയും പല കളറുകളായിട്ടിരിക്കും. താടിയിലൊരു കളറ്, കവിളത്തൊരു കളറ്, അങ്ങനെ അവിടെ ഇവിടെയും ഓരോരോ കളറുകളായിട്ടിരിക്കും. അത്തരം ഡിസ്കളറേഷനൊക്കെ മാറ്റി സ്കിന്നിനെ നല്ല ഈവൻ ടോൺ ആക്കി നിർത്താനും സ്കിന്നിനെ നല്ല ബ്രൈറ്റൻ ആക്കാനും പുറത്തേക്കിറങ്ങി സൺടാൻ അടിച്ച് ആകെ വിഷമിച്ചിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇതൊരു അടിപൊളി റെമഡിയാണ്. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിവിടെ ആവശ്യമെന്ന് പറയുന്നത് തൈരാണ്. സൺ ടാൻ ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, അൺഈവൻ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, ടാൻ റിമൂവലിന് ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് തൈരെന്ന് പറയുന്നത്. ഈ തൈരെന്ന് പറയുന്നത് ഏത് സ്കിൻ ടൈപ്പുള്ള ആളുകൾക്കും യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. ഇതിനകത്ത് ലാക്റ്റിക് ആസിഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് നല്ല ബ്രൈറ്റൻ ആക്കാൻ തൈര് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. തൈരിൽ ധാരാളം കാൽസ്യവും പ്രോട്ടീനും സിങ്കും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റൻ ആക്കാനും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് റൈസ് ഫ്ലോർ ആണ്, അരിപ്പൊടി. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ് നമുക്കിതിനു വേണ്ടി ആവശ്യമായിട്ടുള്ളത്. അരിപ്പൊടിയിൽ ധാരാളം അമിനോ ആസിഡ്സും വിറ്റാമിൻസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആക്കാനും സ്കിന്നിനെ ഒന്ന് റിപ്പയർ ചെയ്യാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ അരിപ്പൊടിയിൽ ഫെറൂലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ ഫെറൂലിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. സോ ഏജിങ്ങിനെ ഭയങ്കരമായി പ്രിവെൻറ്റ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എക്സ്ഫോളിയൻ്റ് കൂടിയാണ്. എക്സസ് ആയിട്ടുള്ള ഓയിലിനെയും ഡെഡ് സെൽസിനെയും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിന് വേണ്ടത് നമുക്ക് തക്കാളിയാണ്. ഈ തക്കാളി എന്ന് പറയുന്നത് ഒരു ഗ്ലോ ബൂസ്റ്ററാണ്. ടാൻ റിമൂവലിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ തക്കാളി. സ്കിൻ ഗ്ലോ ആക്കാനും ഡാർക്ക് സ്പോട്ട് കുറയ്ക്കുവാനും ചർമ്മത്തിൻ്റെ ചുളിവുകൾ കുറയ്ക്കാനും ബ്രൈറ്റൻ ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് തക്കാളി. അപ്പം നമുക്ക് മൂന്നാമതായിട്ട് വേണ്ടത് തക്കാളിയാണ്. നാലാമത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൊട്ടറ്റോ ആണ്. പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുവാനും കൊളാജിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുവാനും ഡാർക്ക് സ്പോട്ട് കുറയ്ക്കുവാനും ഡാർക്ക് സർക്കിൾ മാറുവാനും റിങ്കിൾസിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ പൊട്ടറ്റോ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ഈ ഫേസ് പാക്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേനാണ്. ഈ തേനെന്ന് പറയുന്നത് സ്കിന്നിനെ വളരെ നന്നായി മോയ്സ്ചർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ആൻറ്റി ബാക്ടീരിയൽ ആണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്കിൻ ടൈറ്റൻ ആകാനും നല്ല ബ്രൈറ്റൻ ആകാനും ചുളിവുകളൊക്കെ മാറി നല്ല ഫേം ആയിട്ട് നിലനിർത്താനും ഒക്കെ നമുക്ക് ഈ തേൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഫേസ് പാക്കിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് പാലെടുക്കുക. എന്നിട്ട് ആ പാൽ കൊണ്ട് നമ്മുടെ ഫേസ് ഒന്ന് നല്ലതായിട്ട് ഒന്ന് മസാജ് ചെയ്യുക. നല്ല രീതിയിൽ മസാജ് ചെയ്യുക. ഈ പാൽ എന്ന് പറയുന്നത് നല്ലൊരു ക്ലെൻസറാണ്. ഇപ്പം നമ്മൾ ഫേസ് കഴുകിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഫേസിൽ ഇനിയും അവശേഷിക്കുന്ന എന്തെങ്കിലും അഴുക്കുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസിലേക്ക് ഇറങ്ങി നല്ല ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ട് ഈ പാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പാൽ കൊണ്ട് നമ്മൾ ഫേസ് ഒന്ന് നല്ല രീതിയിൽ മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് അരിപ്പൊടി എടുക്കാം. ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി എടുക്കുക. ഈ അരിപ്പൊടിയിലേക്ക് ഒരു 2 ടീസ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മുമ്പേ പറഞ്ഞ തക്കാളി നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. നന്നായിട്ട് അതൊരു പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്യുക. ശേഷം ഒരു പൊട്ടറ്റോ വേണമല്ലോ. പൊട്ടറ്റോ മുഴുവൻ വേണമെന്നില്ല, അതിൻ്റെ ഒരു ഹാഫ് മതിയാവും. അതും നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് നല്ല പേസ്റ്റ് പരുവാക്കി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക.
അതിനുശേഷം 1 സ്പൂൺ തേനും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലൊരു പേസ്റ്റാക്കി മാറ്റുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം സ്കിന്ന് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഫേസ് വന്നൊന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത്. വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. ഇത് ടാൻ റിമൂവലിന് വളരെ ബെസ്റ്റായിട്ടുള്ളൊരു പാക്കാണ്. ഇത് എന്തായാലും നിങ്ങൾക്കൊരു റിസൾട്ട് തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ടാൻ അടിച്ച് നിങ്ങൾ അധികം ഭയങ്കരമായിട്ട് വിഷമിച്ചൊക്കെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഫേസ് പാക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്നൊന്ന് എന്നോടൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. കാരണം ഇത് എനിക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ ധൈര്യത്തോടെ ഞാനിത് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും. എല്ലാ ദിവസവും നിങ്ങളിത് അപ്ലൈ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ബോഡിയിലും ടാൻ അടിച്ചു, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഒരു ഓയിലാണ് നാൽപ്പാമരാതി തൈലം. ഞാൻ ഇത് ബോഡിയിൽ ഇത് തേക്കാറുണ്ട്. സൺ ടാൻ അടിച്ച് വല്ലാതെ സ്കിന്നൊക്കെ വളരെ ഡള്ളായിട്ടിരിക്കുമ്പോൾ ഇത് ബോഡിയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഫേസിൽ ഞാൻ അധികം സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം അത് പിമ്പിൾസ് വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ നാൽപ്പാമരാതി തൈലം ഇത് കോട്ടക്കലിൻ്റെ സ്റ്റോറുകളിൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ഓൺലൈനും അവൈലബിൾ ആണ്. ഇതിന് എത്രയാണ് 150 മറ്റോ ഉള്ളൂ, 150 ഇതിൻ്റെ ഒരു വില, അത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ ശരീരത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ ഫേസ് പാക്കും കൂടെ മുഖത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങളിതൊക്കെ കഴുകി നന്നായിട്ടൊന്ന് കുളിച്ച് വന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് നന്നായിട്ട് അറിയാൻ സാധിക്കും. പിന്നെ പറയാനുള്ളത് വേനൽക്കാലമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്താൻ ശ്രമിക്കുക. നല്ലതുപോലെ വെള്ളം കുടിക്കുക, സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഫേസ് പാക്ക് ഇന്ന് ഞാൻ പറഞ്ഞ ഫേസ് പാക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്നോടൊന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.